സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ പുതിയ മൊബൈൽ വാങ്ങുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് OTG അല്ലേ. സോ ഈ OTG എന്താണ്, മീൻസ് USB OTG എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കത് എനേബിൾ ചെയ്യാൻ പറ്റും, അത് ഹാർഡ്വെയർ ആണോ സോഫ്റ്റ്വെയർ ആണോ, സോ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഞാൻ ഈ വീഡിയോ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ നമസ്കാരം, എൻ്റെ പേര് സന്ദീപ്. സ്റ്റാർട്ട് ചെയ്യാം. സുഹൃത്തുക്കളെ, ഈ USB OTG എന്ന് പറഞ്ഞാൽ ശരിക്കും OTG ഒരു സ്റ്റാൻഡേർഡാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടോക്കോൾ എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ രണ്ട് USB കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഡിവൈസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനും ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡാണ് ഈ OTG എന്ന് പറയുന്നത്. സോ ശരിക്കും വന്നിട്ട് നമ്മൾ ഈ OTG ഇപ്പോൾ കേൾക്കുന്നത് മൊബൈലിൽ വന്നുകൂടി ഒരു 4-5 വർഷത്തിലാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും കേൾക്കാൻ തുടങ്ങിയത്. പക്ഷേ 4-5 വർഷം മുമ്പ് കൊണ്ടുവന്ന ടെക്നോളജി അല്ലാതെ ഏകദേശം 2001 തന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. 2001 നിന്ന് ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറാസ്, മ്യൂസിക് പ്ലെയേഴ്സ് ഇതിലൊക്കെ ഓൾറെഡി ഈ USB OTG യൂസ് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ഇപ്പോൾ മൊബൈലിൽ വന്നുകൂടിയിട്ട് നമുക്കത് ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ ഈ USB നമുക്ക് നന്നായിട്ട് അറിയാം എന്താണെന്ന്. ആൻഡ് OTG എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓൺ ദ ഗോ എന്നാണ് അർത്ഥം. മീൻസ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും ഏത് സമയത്തും ഏത് സിറ്റുവേഷനും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ്. മീൻസ് എനിവെയർ, എനി ടൈം, എനി സിറ്റുവേഷൻ. അതാണ് ശരിക്കും ഓൺ ദ ഗോ എൻ്റെ അർത്ഥം OTG. സി OTG വന്നിട്ട് ഒരു ഹാർഡ്വെയർ ഫീച്ചറാണ്, പക്ഷേ അത് റൺ ചെയ്യണമെങ്കിൽ അതിന് സോഫ്റ്റ്വെയർ കോമ്പാക്റ്റബിലിറ്റി ആവശ്യമാണ്. സോ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ OTG ഡിവൈസിൽ നമുക്കിപ്പോൾ ഒരു ഡിവൈസ്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മൾ മൊബൈലിൽ ഇപ്പോൾ നമ്മളൊരു ഡിവൈസ് OTG ബേസിൽ കണക്ട് ചെയ്യും. OTG നമുക്ക് നന്നായിട്ട് അറിയാം, ഒരു കോഡാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ ഇതും ഒരു OTG ആണ്. ഇത് സംഭവം OTG ആണ്. ഇപ്പോൾ ഇങ്ങനത്തെ ചിപ്പാണ് ചെറുത് കിട്ടുന്നത്. മുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സൈൻ ഉണ്ടാവും, ബാക്കി സൈഡിൽ നമുക്ക് കാണുകയാണെങ്കിൽ നമുക്ക് ഫീമെയിലാണ് തരിക. മീൻസ് എന്ന് വെച്ചാൽ USB-ൻ്റെ ഫീമെയിൽ ടൈപ്പ്. സോ അങ്ങനെ ഇതിപ്പോൾ രണ്ട് സൈഡ് ഇതിൽ തന്നെ കിട്ടുന്നത്. നമുക്ക് ഇതിൽ USB, ഇതിൽ നമുക്ക് നമ്മുടെ മൈക്രോ നമുക്ക് യൂസ് ചെയ്യുന്ന മൈക്രോ USB, അതർ സൈഡിൽ ഫീമെയിൽ ഉണ്ട്. സോ ഇത് നമുക്ക് USB ആണ്. പക്ഷേ ഇതിൽ വന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് മെമ്മറി കാർഡ് ഇപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വർക്ക് ആവണമെങ്കിൽ ഇതിന് പവർ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ മൊബൈലിന് അതിനുള്ള ഹാർഡ്വെയർ സപ്പോർട്ട് വേണം. മീൻസ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഈ USB വഴി, മീൻസ് ഈ OTG വഴി ഇതിന് പവർ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഹാർഡ്വെയർ സപ്പോർട്ട്. പക്ഷേ ചില മൊബൈലിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഹാർഡ്വെയർ സപ്പോർട്ട് ഉണ്ട്, പക്ഷേ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് സോഫ്റ്റ്വെയർ സപ്പോർട്ട് വേണം. ബിക്കോസ് നിങ്ങൾ ചില മൊബൈലിൽ നിങ്ങൾ ഡിറ്റക്ട് ചെയ്ത് നോക്കിയാൽ കാണാം, ഇത് പവർ ഡിറ്റക്ട് ആവും, മീൻസ് USB ഡിറ്റക്ട് ആവും, പക്ഷെ നിങ്ങൾക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ആ മൊബൈൽ വന്നിട്ട് ശരിക്കും വന്നിട്ട് അത് ഹാർഡ്വെയർ ബേസിൽ അത് സപ്പോർട്ടീവ് ആണ്, പക്ഷേ സോഫ്റ്റ്വെയർ ബേസിൽ അത് കോമ്പാക്റ്റബിൾ അല്ല. അപ്പോൾ അതിന് സോഫ്റ്റ്വെയർ ആവശ്യമാണ്, അതിന് പെർമിഷൻ കൊടുക്കണ്ട ഈ ഡാറ്റ ട്രാൻസ്ഫർ ആവാൻ. സോ ഇത് വന്നിട്ട് നമുക്ക് പറയുന്ന സോഫ്റ്റ്വെയർ ബേസിലും, മീൻസ് അതിന് ഹാർഡ്വെയർ ആണ്, പക്ഷേ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലേ അത് വർക്ക് ആവുള്ളൂ, കോമ്പാക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഉപയോഗങ്ങൾ പറഞ്ഞുതരാം. ബിക്കോസ് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് USB OTG കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. OTG കൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഡ്രൈവ് ഡയറക്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ പുതിയ ഡിവൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ ഒരു മെമ്മറി കാർഡ്. ഇതെന്ന് വെച്ചാൽ ഈ സൈഡ് നമുക്ക് കാണുകയാണെങ്കിൽ പെൻഡ്രൈവ് ആയിരിക്കും, ഈ സൈഡ് നിങ്ങൾക്ക് OTG ടൈപ്പ്, മീൻസ് OTG നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് അതേമാതിരി തന്നെ നമുക്ക് വന്നിട്ട് ഇപ്പോൾ ഞാൻ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഇതേമാതിരി ഈ OTGയിൽ ഇതേമാതിരി ലൈറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ് നിങ്ങൾക്ക് വർക്കാവും. ഈവൻ ഞാൻ അതിന് ഫാൻ ഉപയോഗിക്കാറുണ്ട്, കറണ്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം വരാറുണ്ട് ഓഫീസിലൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ഈവൻ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ കാർഡ് റീഡറായിട്ട് യൂസ് ചെയ്യാം, കാർഡ് ഹബ്ബായിട്ട് യൂസ് ചെയ്യാം. ഈവൻ ഞാൻ ചില സമയത്ത് ചില വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡ് എന്നിട്ട് മീൻസ് കീബോർഡിൻ്റെ മൗസ് അത് ഡയറക്റ്റ് കണക്ട് ചെയ്യും. മീൻസ് USB കോമ്പാക്റ്റബിളായിട്ടുള്ള ഏകദേശം 90% ഡിവൈസസ് നിങ്ങൾക്ക് OTG വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതേമാതിരി തന്നെ നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ USB തന്നെ നമുക്ക് ഡ്രൈവ് 2.0 ഉണ്ട്, 3.0 ഉണ്ട്. പക്ഷേ അതെന്ന് വെച്ചാൽ നമുക്കറിയാം സ്പീഡിന് ഡിഫറൻസേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ മൊബൈൽ വന്നിട്ട് 2.0 സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് 2.0 ആണ്, 3.0 അല്ല. പക്ഷേ ഇതിൻ്റെ തന്നെ 3.0 അവൈലബിൾ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മൊബൈലിലേക്ക് സാധാ സ്പീഡ് തന്നെ കിട്ടുള്ളൂ, ബിക്കോസ് മൊബൈലിന് അതേ കോമ്പാക്റ്റബിൾ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിലേക്ക് ഇടുകയാണെങ്കിൽ അത് സ്പീഡ് കൂടും, ബിക്കോസ് അത് 3 ആണ്. സോ അതിന് വ്യത്യാസമുണ്ട്.
അപ്പോൾ ചിലവർക്ക് ഇതിന് ഡൗട്ട് വരാറുണ്ട്. ബിക്കോസ് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതിനെ കൊണ്ടുള്ള ഇനിയുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? ബിക്കോസ് ഈ പവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ കൊണ്ട് വേറെ മൊബൈൽ വേണമെങ്കിൽ ചാർജ് ചെയ്യാനും പറ്റും. സോ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ്. ബിക്കോസ് ഞാനിപ്പോൾ സാധാരണ ഇപ്പോൾ 2 ഫോൺ ക്യാരി ചെയ്യുന്ന ഒരാളാണ്. സാധാരണ ബേസിക് ഫോണും ഒന്നുണ്ട്, വലിയ ഫോണും ഉണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന റെഡ്മിയാണ്, ഏകദേശം 4100 mAh ബാറ്ററിയാണ്. ഇപ്പോൾ സാധാരണ ഞാൻ സംസാരിക്കുമ്പോൾ ആ മൊബൈലിൽ ചാർജ് കുറയണമെങ്കിൽ ഇതിന്ന് എനിക്ക് ജസ്റ്റ് ഈ ഒരു കോഡിൽ എൻ്റെ എന്താ പറയുക ചാർജർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എനിക്ക് വന്നിട്ട് പവർ അതിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസ് നമുക്ക് USB OTGയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ചില മൊബൈൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി ഹാർഡ്വെയർ സപ്പോർട്ടഡ് ആയിരിക്കും, പക്ഷേ സോഫ്റ്റ്വെയർ സപ്പോർട്ടഡ് അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ആപ്പ് ഉണ്ട്. സാധാരണ അതിൻ്റെ ആപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ USB OTG ചെക്കർ ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഗൂഗിൾ പേയിൽ അവൈലബിൾ ആണ്. മീൻസ് USB OTG ചെക്കർ ആപ്പ്. അത് നിങ്ങൾ റൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മൊബൈൽ വന്നിട്ട് കോമ്പാക്റ്റബിൾ ആണോ അല്ലയോ. മീൻസ് നിങ്ങളുടെ ഹാർഡ്വെയർ കോമ്പാക്റ്റബിൾ ആണ്, സോഫ്റ്റ്വെയർ കോമ്പാക്റ്റബിൾ അല്ലാന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ റൂട്ട് ചെയ്തിട്ട് അതിലുള്ള നിറയെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. റൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൊബൈലിൽ മീൻസ് OTG സപ്പോർട്ട്, മീൻസ് OTG USB OTG ഹെൽപ്പർ ആപ്പ് അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഓൾറെഡി നിങ്ങൾക്ക് USB OTG ആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. സോ ഐ തിങ്ക് ഈ ഇൻഫോർമേഷൻ കൊണ്ട് USB OTGൻ്റെ യൂസേഴ്സ് എന്താണ്, എന്തൊക്കെ നമുക്ക് അതിൽ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇനിയും നിറയെ പോസിബിലിറ്റീസ് ഉണ്ട്. അത് ലിസ്റ്റ് നിറയെ ഉണ്ട്. അതെല്ലാം നമുക്ക് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഐ തിങ്ക് ഈ ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അതേമാതിരി എൻ്റെ ഫേസ്ബുക്ക് പേജ് ടെക് മലയാളം പേജിന് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതേമാതിരി വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ്ലി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് നിർബന്ധമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.